എൻ്റെ പേര് ആൻസി ഫ്രാൻസിസ്. ഞാൻ ഇടുക്കി ജില്ലയിൽ രാജകുമാരി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ നെടുങ്കണ്ടത്ത് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തെക്കിനിയെക്കുറിച്ച് എനിക്ക് എൻ്റെ ചെറുപ്പം കാലം മുതൽ നല്ല അറിവ് ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ നേര്യമംഗലത്ത് ജനിച്ചു വളർന്ന ആളാണ്, കോതമംഗലത്ത് പഠിച്ച ആളാണ്. അപ്പോൾ എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ കൈക്കും കാലിനും വേദനയും നീരുമായിട്ടാണ് തുടക്കം. അപ്പോൾ ഞാൻ ഒരു ദിവസം കോതമംഗലത്തുള്ള ഹോസ്പിറ്റലിൽ വന്ന് ഹരിസാറിനെ കാണുകയും ഹരിസാർ ഒരാഴ്ചത്തേക്ക് മരുന്ന് തരികയും ചെയ്തു. രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം കാണാൻ സാധിച്ചു. വീണ്ടും ഞാൻ ഹരിസാറിനെ വന്ന് കാണുകയും സാറ് 15 ദിവസത്തെ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. ആ നിർദ്ദേശം യഥാവിധം ഞങ്ങൾ പാലിക്കുകയും ഇങ്ങോട്ട് വരികയും ചെയ്തു. ഒപ്പം ഇവിടെ വന്ന ശേഷം സാറിൻ്റെ വൈഫ് റോഷിനി മാഡമുണ്ട്, ഡോക്ടർ പ്രേരണ, ഇവർ 3 പേരും ഒപ്പം എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം സപ്പോർട്ടും മനധൈര്യവും നൽകി നമ്മളെ കൊണ്ടു നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം, ഏത് സമയത്തും ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ വിളിയും കറക്റ്റ് സമയത്തുള്ള ട്രീറ്റ്മെൻറ്റും, 7 മണി എന്ന ഒരു സമയമുണ്ടെങ്കിൽ രാവിലെ തന്നെ വരികയും നമ്മളെ റെഡിയാക്കി ട്രീറ്റ്മെൻറ്റ് റൂമിലെത്തിക്കുകയും പ്രാർത്ഥനയോടുകൂടി ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്യുന്നു. അത് ഓരോ ഘട്ടമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 5 ദിവസം ധാര, പിന്നീട് കിഴി, അതിനുശേഷം ഉച്ച കഴിഞ്ഞുള്ള കിഴി, എല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഒന്നും നമുക്കൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുകയോ മാനസിക വിഷമം ഉണ്ടാക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. എപ്പോഴും നമുക്ക് മനസ്സിന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒരിക്കലും നമുക്കുണ്ടായിട്ടില്ല. എപ്പോഴും ഒരു ഗ്രഹാന്തരീക്ഷം തരുന്ന അന്തരീക്ഷമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിലുള്ളവർ വന്ന് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നു, സുഖമാണോ, എന്താണ് വിശേഷം. ഈ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് മാറിയ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ഒപ്പം നമ്മുടെ ക്ലീനിങ് സെക്ഷനാണെങ്കിലും ഏത് സമയത്തും എപ്പോഴും റെഡിയായിട്ട്, എപ്പോഴും ഒരു 10 മണിയാകുമ്പോഴത്തെ എല്ലാ കാര്യവും വൃത്തിയായി ചെയ്ത്, എപ്പോഴും കുടിവെള്ളം, നമ്മൾ വെള്ളം കുടിക്കുന്നില്ല എന്ന് വെച്ചാൽ പോലും അവർ വെള്ളം കൊണ്ടുവന്ന് കുടിക്കാനും, അതുപോലെ തന്നെ ഫുഡ് നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കുന്നോ ആ രീതിയിലുള്ളൊരു ഫുഡും കാര്യങ്ങളും, അതും സമയാസമയങ്ങളിൽ കൃത്യം രാവിലെ 8:30 പ്രഭാത ഭക്ഷണം, 7:30 ബെഡ് കോഫി, ഇങ്ങനെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ 12:30 ഊണ്, 3:30 ടീ ബ്രേക്ക്, ഇതേ രീതിയിൽ പോകുന്നു. കൃത്യം 7:30 തന്നെ നമുക്ക് അത്താഴം നമ്മൾ തനിയേ ഉള്ളൂ എങ്കിൽ നമ്മുടെ റൂമിലെത്തിക്കുന്നു. അതും ഇന്നത്തെ അല്ല നാളെ, അങ്ങനെ മാറി ഒരു ചാറുകറി, ഒരു തോരൻ, ഒരു ചമ്മന്തി, ഈ രീതിയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെ കഴിയുന്നു, പിന്നെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കും അതേ രീതിയിൽ തന്നെയുള്ള ഫുഡ് കൊടുക്കുന്നു. അതുകൊണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും യാതൊരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നീരുകളും വേദനയും എല്ലാം നല്ലതുപോലെ കുറയുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വീണ്ടും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ പൂർണ്ണമായിട്ടും ഈ രോഗം മാറും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിവിടുന്ന് പോകുന്നത്. ഒപ്പം എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ഈ സ്ഥാപനത്തോടും ഓരോ വ്യക്തികളോടും ഉണ്ടായിരിക്കുകയും ചെയ്യും. എനിക്ക് പറയാനുള്ളത്, തെക്കിനി ആയുർവേദ കേന്ദ്രത്തിലേക്ക് വരുന്നവർക്ക് ഒരു നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ഏവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.